ഞാനങ്ങനെ ഐഫിൽ ടവർ കാണാൻ പോവാണ്. ഞാൻ കണ്ണടച്ചിട്ട് അങ്ങോട്ട് നോക്കാണ്ട് നടക്കണ്. അല്ല കണ്ണിലോട്ട് വരാൻ പോവാണ് ഐഫിൽ ടവർ. അപ്പോ ഈ സാധനം നമ്മൾ ഇങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതൊരു ഐസ്ക്രീമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഈ ഐസ്ക്രീം 2 മണിക്കൂറുള്ളിൽ കഴിക്കണം അല്ലേ? അത് ഹലോ, ഗുഡ് മോർണിംഗ്. പാരീസിൽ വന്നിട്ട് ആദ്യത്തെ മോർണിംഗ്. ഞാൻ താമസിക്കുന്നത് ഈ കാണുന്ന സബ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോസ്റ്റലിലാണ്. സബ് എന്നാണ് എൻ്റെ പേര്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ആസ്നിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. അതായത് പാരീസിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അങ്ങനെയാണ് എൻ്റെ അറിവിൽ. അപ്പോൾ അതിലൊരു ഡിസ്ട്രിക്റ്റാണ് ഇവിടെ. ഇവിടെ താമസിക്കാനുള്ളൊരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് നമിത, നമ്മൾ ജർമ്മനിയിലത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, നമിത, ഫവാസ്ക ഒക്കെ. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമി വളർന്നതൊക്കെ ഫ്രാൻസിലാണെന്നുള്ളത്. അപ്പോൾ നമിയുടെ ഉമ്മയും ഉപ്പയും അനിയത്തിയും ഇവിടെയാണ്, ഓക്കെ, ഫ്രാൻസിലാണ്. അപ്പോൾ ഞാൻ ഇന്നലെ നേരിട്ട് വന്ന് അവരുടെ വീട്ടിലോട്ട് വന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച്, അവിടെ അവർക്ക് സ്വന്തമായിട്ട് വീടുള്ളതുകൊണ്ട് കാർ അവിടെ പാർക്ക് ചെയ്ത്. കാരണം അറിയാലോ, ഞാൻ 3 ദിവസമാണ് പാരീസിലുള്ളത്. അപ്പം 3 ദിവസം പാരീസിൽ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്. അപ്പം ഞാൻ ഈ സ്ഥലങ്ങൾ കാണിച്ചിട്ട് സംസാരിക്കാം. ഭയങ്കര പൈസ ആയതുകൊണ്ട് ഞാൻ അവിടെ പാർക്ക് ചെയ്ത്. സിസ്റ്ററുടെ പേര് പ്രൊമി എന്നാണ്. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വളർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ കൂടെയാണ് ഞാൻ ഇനി 2 ദിവസം ഉണ്ടാവുക. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനി ഞായറും ലീവാണ്. അപ്പോൾ എന്നെ സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹിഡൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ എന്നെ വന്ന് ഡ്രോപ്പ് ചെയ്ത് ഞാനപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയ എങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് നടക്കാം. 8:30 വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 8:30 ആവുന്നു. ഇപ്പോൾ സമയം പിന്നെ താങ്ക് ഗോഡ് ഇന്ന് വെയിലുണ്ട്. ശരിക്കും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ട്. ഇന്ന് ഇപ്പോൾ വെയിൽ കാണുന്നുണ്ട്, പക്ഷേ എപ്പോഴാണിത് മാറാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ പേസ്ട്രീസിൻ്റെ ഒരു ലോകമാണ് പാരീസ് എന്ന് പറയുന്നത്. നമ്മളെന്തായാലും കുറച്ച് പേസ്ട്രീസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ്, എന്താണെന്ന് അറിയാമല്ലോ തൊട്ടടുത്തുള്ള പേസ്ട്രീസ്. ഞാൻ ഈ പേസ്ട്രീസിൻ്റെ ഒന്നും വലിയ ഫാനല്ല, എന്നാൽ പോലും ഇത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ രാവിലെ തന്നെ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രാവിലത്തെ കാഴ്ച. ഞാൻ പ്രൊമിനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ഞാൻ താമസിക്കുന്നതിൻ്റെ ചുറ്റുള്ള കാഴ്ചകൾ. എല്ലാവർക്കും ഫ്രാൻസിൽ അല്ലെങ്കിൽ പാരീസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോകുന്നത് എന്താണ്? ഈഫൽ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ പോകുന്നത് ഈഫൽ ടവർ കാണാൻ വേണ്ടിയിട്ടല്ല ആദ്യം പോകുന്നത്. എല്ലാവർക്കും ഇവിടെ അറിയുന്ന ഈഫൽ ടവർ, ലൂവർ മ്യൂസിയം അതൊക്കെയാണ്. പക്ഷേ അത് മാത്രമല്ലാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. ചിലർ ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് മലയാളി എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പാരീസിലുള്ളൂ. പ്രത്യേകിച്ച് മുസ്ലിം മലയാളീസ് ഇവർ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പ്രൊമിയുടെ വാപ്പ പറഞ്ഞത്. പ്രൊമിയുടെ വാപ്പ ഇവിടെ ഏകദേശം 35 വർഷമായി ഇവിടെ പാരീസിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. 35 വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറ വർഷമല്ലേ. കുറേ നേരം സംസാരിച്ചിരുന്നതെന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരൊക്കെ ഞാൻ വീഡിയോയിലേക്ക് കൊണ്ടുവരും, അവരെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കും. എന്തൊക്കെയാണ് ഫ്രാൻസിൽ കാണാനുള്ളതെന്നും എന്തൊക്കെയാണ് നിങ്ങൾ ഫ്രാൻസിൽ ചെയ്യേണ്ടതെന്നും എവിടെയൊക്കെയാണ് ഫ്രാൻസിൽ നിങ്ങൾക്ക് പാരീസിൽ നിങ്ങൾക്ക് പൈസ ലാഭിക്കാൻ പറ്റുള്ളതെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാനല്ല പറയുന്നത്, അവരെ കൊണ്ട് പറയിപ്പിക്കുക. അവർക്ക് പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത ഉണ്ടാവും. കാരണം അവരിവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരാണ്. അപ്പോൾ ആള് എത്തി. ഇതാണ് നമ്മൾ പോകേണ്ട വണ്ടി. ഹായ് ബ്രൂമി.
അതെ നമ്മളെ ഫ്രഞ്ച് പറഞ്ഞ് പേടിപ്പിച്ച്. ഗുഡ് മോർണിംഗ്. ഇതൊരു ചെറിയ റോഡാണ്, പക്ഷെ ഇത് എല്ലാ റോഡും ഇതേപോലെയാണ് ഇവിടുത്തെ സ്ട്രീറ്റിലെ? അല്ല, ചിലപ്പോ ഇതിനേക്കാളും ചെറുത് കിട്ടും. പക്ഷെ മിക്കതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറെയൊക്കെ ഇവിടെ പാരീസിലൊക്കെ നോക്കിക്കോ, കുറെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ റോഡുകളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒക്കെ പെയ്ഡ് പാർക്കിംഗ് ആണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു ട്രാവലിംഗ് വ്ളോഗിലോട്ട് സ്വാഗതം. ഫ്രാൻസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാഷന്റെ തലസ്ഥാനമായിട്ടുള്ള പാരീസിലോട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പല മലയാളം ട്രാവൽ വ്ളോഗുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്രാൻസിലെ അല്ലെങ്കിൽ പാരീസിലെ. മിക്കവരും വന്ന് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫിൾ ടവറും അതേപോലെ തന്നെ ലൂവ്രെ മ്യൂസിയവും അതേപോലെ തന്നെ ചില രാജവീതികളൊക്കെയാണ്. അതിലുപരി ഫ്രാൻസ് എന്താണെന്നും പാരീസ് എന്താണെന്നും പരിചയപ്പെടുത്തുന്ന ഒരു വ്ളോഗും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗിൽ പാരീസ് എന്താണെന്നും പാരീസിലെ കൾച്ചർ എന്താണെന്നും പാരീസിൽ നമ്മൾ കാണേണ്ട കാഴ്ചകൾ എന്താണെന്നും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗാണ്. എന്തായാലും കാഴ്ചകളിലോട്ട് നമുക്ക് കിടക്കാം. വലിയ ബിൽഡിംഗ് ഒന്നും കാണില്ല. അത്രയും വലിയ ബിൽഡിംഗ് കണ്ടോ? ഇത് ആക്ച്വലി വന്നിട്ട് ഇവിടുത്തെ മിനിസ്ട്രിയും അതുപോലെ തന്നെ ഒരു കോർട്ടും കൂടിയാണ്. ഓക്കെ, ഹൈറ്റുള്ള ബിൽഡിംഗ്. ഇതുപോലത്തെ ഒരുപാടൊന്നും കാണില്ല പാരീസിൽ. വളരെ തുച്ഛമായിട്ടുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞ കേസും അതും ഇതും ഒക്കെ ശരിക്കും കോർട്ടാണോ? കോർട്ടും കൂടിയാണ്. യെസ്, ട്രിബ്യൂണൽ d'instance എന്ന് പറയും ഇവിടെ. ഓക്കെ, അതാണ്. ആ പരിസരത്ത് നിറച്ചും അഡ്വക്കേറ്റ്മാരും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ മിനിസ്ട്രിക്കാരും അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണത്. ഇവിടെ ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ അതിനോട് വലിയ താല്പര്യം കാണിക്കാത്തവരാണിത് ഇവിടുത്തെ ആളുകൾ. ഈ പാലത്തിന്റെ അപ്പുറത്ത് പാരീസ് ആണെങ്കിൽ ഇതിന്റെ ഇപ്പുറത്ത് ഔട്ട് ഓഫ് പാരീസ് ആണ്. ഓക്കെ, കണ്ടോ, നമ്മൾ പാരീസിലോട്ട് കയറി. ഓക്കെ, ഇനി ഇത് ഇവിടുന്ന് പാരീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു എക്സിറ്റിന്റെ പേര് വന്നിട്ട് പോർട്ട് ദു ക്ലിഷി, പോർട്ട് ദാനിയർ അല്ലെങ്കിൽ പോർട്ട് ദു. ഓക്കെ, പോർട്ട് മീൻസ് ഡോർ എന്നാണ്. ഒരേ ഡോറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് ഇത് ഇവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. കാരണം ഇത് പാരീസിനെ മൊത്തം കവർ ചെയ്യുന്ന ഒരു റോഡാണ്. 70 കൂടുതൽ നമുക്ക് ഓടിക്കാൻ പാടില്ല. പണ്ട് 80 ആയിരുന്നു, ഇപ്പൊ 70 ആക്കി. ഓക്കെ, അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഹൈവേ പോലെ തന്നെയാണ് സത്യം പറഞ്ഞത്. റോഡിന്റെ പേരെന്താണ്? ഇതിന് നമ്മള് പറയുന്നത് പെരിഫെറിക് എന്നാണ്. പെരിഫെറിക് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതാണ് ആ ടോളിലുള്ള ബിൽഡിംഗ് കേട്ടോ, കാണില്ലേ? ഓക്കെ, അപ്പൊ മൊത്തം നമുക്ക് പാരീസ് ഐഫിൾ ടവർ അടക്കം നമുക്ക് മൊത്തം ഇങ്ങനെ കറങ്ങാം. ഓക്കെ, മൊത്തം കറങ്ങാം. അപ്പൊ കുറേ ഉണ്ട്. അതൊരു പാരീസിന് മൊത്തം, പാരീസ് റൗണ്ട് ആയിട്ടല്ലേ ഇരിക്കണേ, പാരീസിനെ റൗണ്ട് ചെയ്യുന്ന ഒരു ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു ഹൈവേയിൽ കയറാന്നുണ്ടെങ്കിൽ മൊത്തം പാരീസ് കാണാൻ നമുക്ക് മൊത്തം, അതായത് പാരീസിൽ നിന്ന് കയറുകയും ചെയ്യാം, പാരീസിന്റെ ഔട്ട് പാരീസിലോട്ടും നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് പ്ലാസ് ദു ക്ലിഷി എന്ന് പറയും ഈ സ്ഥലത്തിന്റെ പേര്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഇതിന്റെ അടുത്താണ് ഒരുപാട് സംഭവങ്ങളുള്ളത്. പിഗാൽ, സഖ്രക്യോർ ഒക്കെ ഉള്ളത് ഈ പരിസരത്താണ്. ശരിക്കും ഒരു ഓൾഡ് പാരീസ് എന്ന് പറയാം ഇതിന്, ഈ സ്ഥലത്തിന്. ഇവിടുത്തെ ബിൽഡിങ്ങിനാണ് പറഞ്ഞത് മറ്റേ ഇത്ര ഹൈറ്റ്. ആദ്യം ഇവിടുന്ന് തൊട്ടാണ്. യെസ്, ഇവിടെ പാരീസിൽ മൊത്തം ഒസ്മാനിയൻ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ബിൽഡിങ്സ് ആണ് കൂടുതലുള്ളത്. ഒസ്മാനിയൻ. ഓക്കെ, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നോർമലി അതിന്റെ ഉള്ളില് 2.5 മീറ്റർ ഹൈറ്റ് ആണുള്ളത്. ആ ഒരു ഹൈറ്റിലാണ് മിക്ക ബിൽഡിങ്സും ഉണ്ടാവുക. ഇതൊന്നുമല്ല, ഇതിനേക്കാളും ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ സത്യത്തിൽ സാധാരണയാണ്, കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അതേസമയം ഉസ്മാനിയൻ ഞാൻ നേരത്തെ കുറച്ച് കഴിയുമ്പോൾ ഫ്രാൻസിലെ പാരീസ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന നഗരങ്ങളിൽ 2ാം സ്ഥാനത്താണ് പാരീസിനുള്ളത്. 1ാം സ്ഥാനം നിൽക്കുന്നത് ബാങ്കോക്കിനാണ്, 3ാം സ്ഥാനത്ത് ലണ്ടനും, 4ാം സ്ഥാനത്ത് ദുബായും, 5ാം സ്ഥാനത്ത് സിംഗപ്പൂറൊക്കെയാണ്. സിറ്റി ഓഫ് ലൈറ്റ്സ്, സിറ്റി ഓഫ് ലവ്, സിറ്റി ഓഫ് ഫാഷൻ, സിറ്റി ഓഫ് ആർക്കിടെക്ചർ, സിറ്റി ഓഫ് റൊമാൻസ് എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് പാരീസിന്. നമ്മളിപ്പോൾ പോകുന്നത് പാരീസിൽ തന്നെ നമ്മുടെ ഐഫിൾ ടവർ കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പോകാൻ പറ്റുന്ന ഒരു പള്ളിയുടെ ഭാഗത്തോട്ടാണ്. നിങ്ങൾക്ക് പാരീസിലെ ഐഫിൾ ടവറിന്റെ മുകളിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ നല്ല പൈസ ഒക്കെ കൊടുക്കണം, ക്യൂവിലൊക്കെ പോകണം. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് പാരീസിന്റെ മുകൾ ഭാഗം മൊത്തം മുഴുവനായിട്ടും കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ ഒന്നും ആരും വന്ന് ആരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു സ്ഥലം നിങ്ങൾ എന്തായാലും വിസിറ്റ്
ചെയ്യണം. കാരണം ഇതൊരു ചരിത്രകാരന്മാരുടെ നഗരമാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അതായത് ലോക പ്രശസ്തനായ പിക്കാസോ ഒക്കെ വന്ന്, അല്ലെങ്കിൽ പിക്കാസോ ഒക്കെ ജീവിച്ചു പോന്നിരുന്ന ഒരു സ്ഥലമാണത്. മോണ്ട് മാറ്റോ എന്ന് പറയുന്ന 130 മീറ്റർ ഉയരമുള്ള ഒരു കുന്നിന്റെ മുകളിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. പാരീസിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ചാമിങ്, കളർഫുൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണിത്. പെയിന്റേഴ്സ് നൈബർഹുഡ് എന്നും ഈ ഒരു സ്ഥലത്തെ അറിയപ്പെട്ടിരുന്നു. അത് മാത്രമല്ല ഒരുപാട് കലാകാരന്മാർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്കാസോ. അത് മാത്രമല്ല ഈ ഒരു സ്ഥലത്ത് പണ്ടൊക്കെ ഒരുപാട് ക്യാബറേസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാബറാസ് മാത്രമല്ല റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ ടെറസ്, പിന്നെ ഒരുപാട് ഷോപ്പുകളും. അന്ന് ടൂറിസ്റ്റുകൾ മാത്രമല്ല ഈ സംഭവങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആളുകളൊക്കെ ഈ ഒരു ഭാഗത്തോട്ടാണ് വന്നിരുന്നത്. അതായത് ഈ ഒരു കലാകാരന്മാരൊക്കെ വരച്ച ചിത്രങ്ങളൊക്കെ അവിടെ ഇരുന്ന് വിൽക്കുന്നൊക്കെയുണ്ട്. അതായത് ഒരു ആർട്ടിസ്റ്റ് വില്ലേജ്. ഇതിന്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പിങ്ക് ആയിട്ടുള്ള ഒരു ഹൗസ് കണ്ടോ, പിങ്ക് ഹൗസ് എന്നാണ് പറയുന്നത്. ലമൈസൺ റോസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആണുള്ളത്. രാവിലെ തന്നെ ആയതുകൊണ്ടാണ് തുറക്കാത്തത്. അത് മാത്രമല്ല ഞാനിവിടെ തിരിച്ച് നടക്കുമുണ്ടല്ലോ 100 കണക്കിന് ആളുകളാണ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. ലമൈസൺ റോസ് എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും എത്രത്തോളം ഫേമസ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ 1800കളിലാണ് ഈ ഒരു ചെറിയ കെട്ടിടം പണിത് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള കണക്കോ ഇതാരും പണിതോ എന്നൊന്നും ഒരു തെളിവില്ല. 2ാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് ജർമ്മൻ പട്ടാളക്കാരൊക്കെ ഇവിടെ താമസിച്ചിരുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പിക്കാസോന്റെ കാമുകി, അതായത് ജെർമിയൻ എന്ന് പറയുന്ന ഒരു കാമുകി, പുള്ളിക്കാരി കല്യാണത്തിന് ശേഷം പുള്ളിക്കാരി ഇവിടെയാണ് ഭർത്താവിന്റെ ഒപ്പം താമസിച്ചിരുന്നത്. അപ്പോൾ താഴെ ഒരു റെസ്റ്റോറന്റ് നടത്തിയിരുന്നത്. അപ്പോൾ പിക്കാസോ ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. അതും വളരെ ചീപ്പ് റേറ്റിലാണ് ജെർമിയൻ ഫുഡൊക്കെ സെർവ് ചെയ്തിരുന്നത്. അതായത് ഇവിടെ താമസിച്ചിരുന്ന മിക്ക കലാകാരന്മാരും ഇവിടെ വന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. അതുമാത്രമല്ല അതിനു മുമ്പായിട്ട് ഇവിടെ ക്യാബറ ഒക്കെ നടത്തിയിരുന്നു എന്നൊക്കെയാണ് ചരിത്രങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ഇന്നിത് വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്. അഡ്വാൻസ് ബുക്ക് ചെയ്താൽ മാത്രം സീറ്റ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ്. അപ്പോൾ നമ്മളിവിടുന്ന് തിരക്കാണ്. അപ്പോൾ ഇവിടെ വരാന്നുണ്ടെങ്കിൽ, ഓൾഡ് പാരീസിൽ വരാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു സ്ഥലം വരാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം ഫോട്ടോസാണ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ മുകളിലോട്ട് ഡ്രൈവ് ചെയ്യാണ്. നമുക്ക് നല്ലൊരു പാർക്കിംഗ് സ്പോട്ടൊക്കെ കണ്ടെത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു മുകളിലത്തെ പാട്ടിലോട്ട് നടന്നൊക്കെ കയറാനൊക്കെ പറ്റുക. രാവിലെ തന്നെ ആയതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓൾഡ് പാരീസ് കാണാത്തൊന്നും നിങ്ങൾ ഒരിക്കലും പാരീസ് വിട്ട് പോവരുത്. നമ്മളപ്പോ വണ്ടി പാർക്ക് ചെയ്തിട്ടാ. അപ്പോൾ ഞാനും പ്രവീൺ നടക്കാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ടോപ്പ് ഓഫ് പാരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ അടുത്ത് ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നത് ഞാനായിട്ട് കണ്ടുപിടിച്ചല്ലാതെ ഇവിടുത്തെ ആളാണ് തന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഇതുവരെയായിട്ടും എൻ്റെ കണ്ണിൽ ഞാൻ ഈ ഐഫൽ ടവർ കണ്ടിട്ടില്ല. അപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മൾ ഇത്ര നാളും പഠിച്ചതും ടി വി കണ്ടതും ബുക്കിൽ വായിച്ചതും ബുക്കിൽ കണ്ടതും ഒക്കെ ഈ സംഭവമാണ് നമ്മളുടെ കണ്ണിൽ ഇനി വരാൻ പോകുന്നത്. എനിക്കതിങ്ങനെ വെറുതെ ചുമ്മാ കാണണ്ട, അത് നല്ലൊരു സ്ഥലത്ത് നിന്ന് തന്നെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ തൊട്ടടുത്ത് ഇപ്പോൾ പോകുന്നില്ല, പക്ഷെ നമ്മൾ അകലെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റന്നാൾ നമ്മൾ എന്തായാലും അതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. അപ്പോഴായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചൊരു വ്ളോഗ് വരുന്നത്. ഇപ്പോൾ ജനറലായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ഓൾഡ് പാരീസിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വ്യൂ കിട്ടും. സിഗ്നൽ കണ്ടോ? ഹാൻഡിക്യാപ്ഡ്. ഓക്കെ. ഇത് ഈ ബസ് അവർക്കും കൂടി വേണ്ടി അഡപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓഹോ, അവർക്ക് കയറാനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും അല്ലേ? ബസ് കുറച്ചും കൂടെ ചെരിഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് കയറാനുള്ള രീതിയിലാക്കി വെച്ചേക്കാണ് അല്ലേ? ഹാൻഡിക്യാപ്ഡ് ആയ ആൾക്കാർക്കും ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു സൈനിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറി നടക്കാണ്. കാറ് പാർക്ക് ചെയ്ത് നമ്മൾ നടക്കാണ് മുകളിലോട്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഫ്രാൻസിൽ സമ്മർ സീസണാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉത്സവങ്ങളുടെ കാലം. ഓട്ടം സീസണാണ് ഒക്ടോബർ മുതൽ നവംബർ വരെ. അതായത് ജൂൺ മുതൽ നവംബർ വരെ, അതായത് വിന്റർ തുടങ്ങുന്നേക്കാളും തൊട്ട് മുൻപ് വരെ ശരിക്കും ഫ്രാൻസിലെ ഉത്സവങ്ങളുടെ മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞാൻ ആക്ച്വലി ഓട്ടം സീസൺ കഴിഞ്ഞ് ആ ഒരു വിന്റർ സീസന്റെ തുടക്കത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. വിന്റർ സമയത്തൊക്കെ നമ്മൾ യൂറോപ്പിൽ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാവരുടെ വീട്ടിലും ഒരു മ്ലാനത പോലെയാണ്. ആളുകളൊന്നും പുറത്തിറങ്ങി നടക്കുക പോലും ഇല്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ പുറത്തിറങ്ങി നടക്കുകയൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ
സമ്മർ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൂര്യനെ കാണുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടങ്ങളാണ്. സമ്മർ ആകട്ടെ മുഴുവനായിട്ടും ഉത്സവങ്ങൾ നടക്കുന്ന കാലങ്ങളും. ഇവിടെയുള്ള കൃഷിപ്പണികളൊക്കെ നടക്കുന്നത് പോലും സമ്മറിലാണ്. യൂറോപ്പിലൊക്കെ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സമ്മർ സീസൺ അല്ലെങ്കിൽ ഓട്ടം സീസണിന്റെ സമയത്തൊക്കെയാണ് വരേണ്ടത്. കാരണം ആ സമയത്ത് ഒരുപാട് നേരമാണ് ഡേ ടൈം എന്ന് പറയുന്നത്. രാത്രി 8 മണി അല്ലെങ്കിൽ 9 മണി വരെയൊക്കെ സൂര്യപ്രകാശം നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾക്ക് പുറത്ത് സമയം സ്പെൻഡ് ചെയ്ത് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. വിന്ററിലാണെന്നുണ്ടെങ്കിൽ 5 മണി ആവുമ്പോഴത്തേക്കും എല്ലായിടക്കും ആളുകളും കുറവായിരിക്കും. പല ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുകയും ഉണ്ടാവില്ല. പാരീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ആർട്ടിസ്റ്റുകളുടെ ഒരു ലോകം, ഒരു മായാജാലമാണ് ഈ ഒരു പാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൾഡ് ടൗണിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ആർട്ടിസ്റ്റുകളുടെ റോഡ് എന്ന് പറയുന്നത്. ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര്. അല്ലെങ്കിൽ പ്ലാസ് ഡു ട്ര, ഇങ്ങനത്തെ ഒന്നല്ല പ്രൊണൗൺസിയേഷൻ. എന്നാലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തോളൂ. ആൾക്കാർ കൂടി ഇവിടെ. നമ്മൾ ആദ്യത്തെ ഇന്നത്തെ കോഫി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. 1793 തുറന്ന ലെമറെ കാത്രീൻ അല്ലേ? ലെമറെ കാത്രീൻ എന്ന് പറയും. കത്രീന. കത്രീന. ഇവിടെ കംപ്ലീറ്റ് പ്രൊണൗൺസിയേഷൻ ഒക്കെ തെറ്റായിരിക്കും കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവർ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെയാണ് ആ ഐറ്റംസും. ഈ ഫുൾ സെറ്റിനാണോ 14 യൂറോ എന്ന് പറയുന്നത്? ഈ 14 യൂറോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഹോട്ട് ഡ്രിങ്ക്, ബ്രെഡ്, ക്രോസോൺ, ഫ്രഷ് ഓറഞ്ചസ്, ഫ്രൂട്ട് സാലഡ്, ഇതൊക്കെ ഈ മൊത്തം സെറ്റിനാണ് 14 യൂറോസ്. അപ്പോൾ നമുക്ക് എന്തായാലും അതന്നെ കഴിക്കാം ഇവിടുന്ന്. Merci. Bread. Have a good meal. താങ്ക് യു. You're welcome. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ കിട്ടി. ആൻഡ് ഇറ്റ്സ് റിയലി വർത്ത്. ഒരു 14 യൂറോക്ക് നമുക്ക് ഇതും ക്രോസോണും ജ്യൂസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇറ്റ്സ് റിയലി വർത്ത്. ഇത്ര നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ കിട്ടുന്നതിൽ ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് വരാമെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എണീറ്റിട്ട് നിങ്ങളെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ വരാം, ഇങ്ങനെയൊക്കെ കഴിക്കാം. നല്ല വർത്ത് ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. നമ്മളിത് എന്തായാലും കഴിക്കട്ടെ. റോമി ഇതിന്റെ പേരൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ചുകാരുടെ ഒരു വീക്ക്നെസ് ആണ് ബ്രെഡ്. ഓക്കെ, 2 ടൈപ്പ് ബ്രെഡ് കിട്ടും. ഒന്ന് പാ എന്നാണ് പറയുന്നത് ബ്രെഡ്, 2 ബഗത്ത് എന്ന് പറയും. ബഗത്ത് കുറച്ചും കൂടി തിന്നാണ്, പക്ഷേ ലെങ്തി ഉള്ള ആ ബ്രെഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതാണ്. അപ്പോൾ ഇത് പാ ആണ്. ഓക്കെ, എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ വിയൻവാസറിയാണ്. വിയൻവാസറിയാണ് അതന്നെ നവി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മെയിൻ ആൾക്കാരെന്ന് വെച്ചാൽ ഇതും ബട്ടറും ജാമും കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ഇതും അതുപോലെ തന്നെ ചീസും കൂട്ടി കഴിക്കാം എന്നാണ്. അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും ഒരു മസ്റ്റ് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കോഫി. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്, ഫ്രഞ്ചുകാരുടെ ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഇപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലെ തിരക്ക് നോക്കിയാൽ എല്ലാവരും കോഫി കുടിക്കുക, എല്ലാവരും ആ ആർട്ടിസ്റ്റുകൾ വരച്ചതൊക്കെ പോയി നോക്കുക, അതിൻ്റെ ഇടയിൽ പോയി ഫോട്ടോസ് എടുക്കുക. ഒരാൾ വരയ്ക്കുന്ന നോക്കിയേ. Bonjour. Vous avez noir et blanc ou etc.
അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഞങ്ങളുടെ ഐഫിൾ ടവർ കാണിക്കാത്തതെന്ന് അല്ലേ? ഇനി നമുക്ക് നടക്കാം, കാണാൻ പോവാണ് ബെസ്റ്റ് സ്ഥലത്ത് നിന്ന്. Exactement, en fait, il vient des Émirats. Ouais, il veut goûter. Ah, c'est possible. Si vous voulez, c'est quoi, vous voulez en manger à table ou c'est juste Non, une pour goûter? Ouais, c'est juste pour goûter. Viens, viens, ici, മസിലല്ലേ? Arrière. മസിൽസ് അല്ലേ? ആ മസിൽസ് കണ്ടിട്ടുണ്ട്. On y va ou pas? You go, you okay? ഓക്കെ. Okay, let's go. Only one. Only one. First time? First time. No problem. Where you from? From Dubai. Dubai. Welcome Dubai. Oh, thank you. Hop. Et you take. Okay, straight up. അപ്പോ And you eat. Very ഈ important. സാധനം നമ്മൾ ഇങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല. മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട്. Allez, 1, 2, 2, 3. 3, go. ഹായ്, അടിപൊളി ടേസ്റ്റ്. Finally. Eh oui, Surtout que vous avez quand même déjà. very fresh, vitamine. താങ്ക് യു സോ Strong. മച്ച്. ഇങ്ങനെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തായാലും കഴിച്ചു. Merci. നടന്ന് നമ്മൾ നേരെ കാണുന്ന ആ വലിയ ഹൈറ്റുള്ള ഒരു പള്ളിയാണ് ദ ബസിലിക്ക ഓഫ് ദി സീക്രട്ട് ഹാർട്ട് ഓഫ് പാരീസ്. അതിന്റെ ഫ്രണ്ടിൽ നോക്കിയാലാണ് നമ്മൾ ടോപ്പ് ഓഫ് പാരീസ് നമുക്ക് കാണാൻ പറ്റുക. ഞാനങ്ങനെ ഐഫിൽ ടവർ കാണാൻ പോവാണ്. ഞാൻ കണ്ണടച്ചിട്ട് അങ്ങോട്ട് നോക്കാണ്ട് നടക്കണ്. എൻ്റെ കണ്ണിലോട്ട് വരാൻ പോവാണ് ഐഫിൽ ടവർ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ടിലുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് വ്യൂവിൽ നിന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടോപ്പ് ഓഫ് പാരീസിൽ നിന്നാണ് കാണാൻ പോകുന്നത്. അകലിൽ നിന്നാണ് കാണാൻ പോകുന്നത്. അതും ബെസ്റ്റ് സ്ഥലത്ത് നിന്ന് നടന്നു പോവാണ്. ഞാൻ നോക്കിയിട്ടില്ല. നോക്കട്ടെ. എന്നാലും കണ്ടിട്ടില്ല. കവർ ചെയ്ത് നിൽക്കണ്. എന്നെ പറ്റിച്ച്. ഇതുവരെ ആയിട്ടില്ല. എന്നെ പറ്റിച്ച് ഗൈസ്. എന്നെ പറ്റിച്ച് ഞാൻ കണ്ടിട്ടില്ല. കണ്ണടിച്ച് വരാൻ പറഞ്ഞിട്ട് എപ്പോഴും നോക്കിയിട്ടില്ല കേട്ടാ, കണ്ടിട്ടില്ല. അപ്പൊ കുറച്ചുകൂടി സമയം എടുക്കാം കാണാനായിട്ട്. സേക്രഡ് ഹാർട്ട് ബസിലിക്ക ചർച്ച് പാരീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ മോണുമെന്റിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. പിക്കാസോ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള ചിത്രകാരന്മാർ താമസിച്ചു പോകുന്നൊരു സ്ഥലം. ഏകദേശം 83 മീറ്റർ ഹൈറ്റിലുള്ള ഈ ഒരു പള്ളിക്ക് 1875 പണിയാൻ തുടങ്ങിയത്. പണി കഴിഞ്ഞതോ 1919. ലെഫ്റ്റിലോട്ട് തിരിയരുത്. അങ്ങോട്ട് ഇരിക്കരുത്, ഇങ്ങോട്ട് മാത്രം ഓക്കെ ഓക്കെ. ഓക്കെ. ഞാനിപ്പോ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ടില്ല. റൈറ്റിലോട്ട് തിരിയരുത്. ഓക്കെ. അപ്പോ ഇതാ ഞാനും നിങ്ങളും. വേണ്ട, നിങ്ങളെ ഞാൻ ആദ്യം കാണിക്കുന്നില്ല. ഞാൻ കണ്ടിട്ട് നിങ്ങളെ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ വേണ്ട, നമ്മൾക്ക് ഒരുമിച്ച് കാണാം. നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയേക്കാണ്. ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങളെയും കൂടി ഒരുമിച്ച് കാണിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തിരിയാൻ പോവാണ്. ഇല്ല, കാണാൻ പറ്റില്ല. ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല. വേറെ സ്ഥലമുണ്ട്. പക്ഷെ ഇത് ഈഫൽ ടവർ ഇല്ലാതെ ആണ് ഞാൻ കാണിക്കാൻ പോണത്. എനിക്ക് ഈഫൽ ടവർ ഇപ്പൊ കണ്ടോ? കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് പക്ഷെ അത് ഈ സ്പോട്ട് ആണ്. അപ്പോൾ
ഞാൻ എന്തായാലും റൈറ്റിലോട്ട് തിരിയും, ഞാൻ എന്തായാലും കാണും. അതേ കാണാൻ പോകുന്നില്ല, കാണാൻ പോകുന്നില്ല. വീണ്ടും എന്നെ പറ്റിച്ച് കാണാൻ പറ്റുന്നില്ല. എന്നെ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ല. പക്ഷെ ഇതാണ് കേട്ടോ ദ ബെസ്റ്റ് വ്യൂ. ടോപ്പ് ഓഫ് ഞാൻ പറഞ്ഞ ആ ഒരു പാരീസിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലം ഇവിടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒരുപാട് വ്ളോഗുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊന്നും കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്നാണ് ശരിക്കും പാരീസ് കാണേണ്ടത്, പാരീസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു കാഴ്ച നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ടോപ്പ് ഓഫ് പാരീസിൽ വന്നിട്ട് പാരീസ് മുകളിൽ നിന്ന് കാണുന്നതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അതിവിടെ കണ്ട് ഇവിടെ നിന്ന് കണ്ടത് ആസ്വദിക്കണം. എന്താണ് പാരീസ് എന്നുള്ളത്. ഓക്കെ, മസ്റ്റായിട്ട് വരാം നേരെ ഐഫൽ ടവറിൻ്റെ അടുത്തോട്ട്. നമ്മൾ ആ ഒരു പള്ളിയുടെ സൈഡിൽ കൂടെ നടന്ന് വന്ന് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ടോപ്പ് ഓഫ് പാരീസ് കണ്ട് അവിടെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ നേരത്തെ മെട്രോ കണ്ട സ്ഥലം ഉണ്ടല്ലോ, ആ മെട്രോയുടെ അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നു വന്നു കഴിഞ്ഞാൽ ആ ഒരു കുന്നിൻ്റെ മുകളിലെത്തും. അപ്പോൾ നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കടക്കം അവർ ഒരു സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ് അടുത്ത് വരെ നടന്നിട്ട് കയറി വരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താഴ്ന്ന് ഇത് യൂസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ മുകളിൽ കയറി വരാം. ഓക്കെ, നടക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സൗകര്യം കൂടി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാരാണെന്നറിയോ ചെയ്തത്? എറാത്തിപ്പി എന്ന് പറയുന്നത് ഇവിടുത്തെ മെട്രോയുടെ ഇതൊക്കെയാണ്. ഓക്കെ, അവരുടെ സർവീസ് ആണിത്. അതായത് നമുക്ക് മെട്രോ ടിക്കറ്റ് എടുത്തിട്ട് ചെയ്താൽ മതി. ഇത് ആ സെയിം മെട്രോയില് ആ ടിക്കറ്റ് കൊണ്ട് ഇതിന് കയറി വരാം. അതിന് പൈസ ഉണ്ട് ഇല്ല, നമ്മൾ എടുക്കുന്ന മെട്രോ ടിക്കറ്റ് ഇല്ല, അത് മതി, വേണ്ട. ഓക്കെ, RATP എന്നാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷന്റെ പേര് അല്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സർവീസ് ആണ് ഇത്. കണ്ടോ, അങ്ങനെ താഴോട്ട് പോകാം. അത് നമ്മൾ ആ താഴെ ഇങ്ങനെയാണ് കേട്ടോ അത് പോകുന്നത്. കണ്ടോ, മനസ്സിലാവുന്ന വിചാരിക്കാണ് നേരെ ഇറങ്ങി താഴോട്ട് പോകുന്നത്. ഇപ്പോൾ നടന്ന് കയറാൻ പറ്റുന്നവർക്ക് ഇതാ അതിലേക്കൂടെ ഇങ്ങനെ നടന്ന് കയറാം കേട്ടോ. നമ്മളെ പോലെ കാറില്ലാത്തവർക്കുണ്ടെങ്കിൽ മെട്രോ ഇറങ്ങി നേരെ ഇങ്ങോട്ട് നടന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി നിങ്ങൾക്ക് ആ ഒരു പള്ളിയുടെ ഫ്രണ്ടിലോട്ട് എത്താം കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കുകയാണ്. 2 പ്രാവശ്യം പറ്റിച്ച് അവിടെ നോക്കണതും ഇവിടെ നോക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ റൈറ്റ് നോക്കണോ? ഉറപ്പായിട്ടുണ്ടാവും, നോക്കല്ലേ. എന്തായാലും ഞാൻ നിങ്ങളെയും കൂടി കാണിക്കൂ. ഇവിടുന്നാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അറ്റത്ത് നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് കാണുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും നിങ്ങളെ കറക്റ്റായിട്ട് കാണിക്കും. ഇത് അകലെ നിന്നുള്ള നമ്മളുടെ ആദ്യത്തെ കാഴ്ചയാണിത്. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇമോഷണലാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പലതും നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുമോ, ഇനി നമുക്ക് ആ ലൈഫിൽ അത് കാണാൻ പറ്റുമോ. ചിലവർക്ക് പൈസ ഉണ്ടായിട്ട് വരാൻ പറ്റാത്തതുണ്ടാവും, പലർക്കും പൈസ ഇല്ലാണ്ട് വരാൻ പറ്റാത്തതിന് ബുദ്ധിമുട്ടുണ്ടാവും, പലർക്കും പല കാരണങ്ങളായിരിക്കും. അപ്പോൾ നമുക്കൊണ്ട് നമ്മളെ കണ്ണിൽ നമുക്കത് കാണാൻ പറ്റിയെന്നുള്ളത് അത് മുകളിലുള്ള ഒരാളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റി. ആ ഒരു ഇമോഷനിലൂടെയാണ് ഞാൻ ഇപ്പോൾ അത് കടന്നു പോയത്. അകലെ നിന്നാണ് കണ്ടെങ്കിൽ കൂടിയിട്ടും ഇനി നിങ്ങളെ ഞാൻ അടുത്തുനിന്ന് ഞാനത് കാണിക്കും. ആക്ച്വൽ അടുത്തുനിന്ന് അതിൻ്റെ പ്രോപ്പർ വലുപ്പത്തിൽ പ്രോപ്പർ വിശേഷങ്ങളായിട്ട് നമ്മളിനിയും വരും. നമ്മളിനി ഇവിടുത്തെ കാഴ്ചകളിലോട്ട് വീണ്ടും കിടക്കാണ്. നമ്മൾ നേരത്തെ ഇതിലേക്കൂടെ ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറിയത്. ഇവിടെ ഇപ്പോൾ വിൻ്ററാണ്. അപ്പോൾ വിൻ്ററിന് ഇവിടെ അവർ ഹോട്ട് വൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പോയിട്ട് കാണാം. ഇത് എപ്പോഴും ഉണ്ടാവുമെന്ന് അറിയില്ല, വിൻ്ററിൻ്റെ സമയത്താണ് ഇത് കിട്ടുക.
പള്ളിയുടെ സൈഡ് എൻട്രൻസ് ആട്ടോ, എല്ലാവരും മേടിച്ച് കഴിക്കുന്നുമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഉക്രൈനിൽ പോയപ്പോൾ ഈ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈനൊക്കെ മേടിച്ച് കഴിച്ചത് ആ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം കേട്ടോ. പല ഫ്ലേവറിലും നമുക്കിത് കിട്ടും. അവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള കിട്ടുമെന്നുള്ളത്. ഒന്ന് ചോദിച്ചു വൈനല്ലേ നോൺ ആൽക്കഹോളിക് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ വൈൻ. അപ്പൊ കിട്ടൂല, നോൺ കിട്ടൂല അല്ലേ? അത് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കിയേ. എന്തായാലും ഇതിനൊരു പേരൊക്കെ ഉണ്ടാവും ഈ ഒരു സംഭവത്തിന്. സെറ്റ് ചെയ്തിട്ടല്ലേ ഇവരൊക്കെ അത് കുടിക്കുന്നുണ്ട്. നമുക്ക് ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഇതേപോലുള്ള ഹോട്ട് വൈനൊക്കെ എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കാരണം ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് അവരെല്ലാവരും ഇത് കഴിക്കും. പല ഫ്ലേവറിൽ, ഇപ്പോൾ ഓറഞ്ചിൽ, ആപ്പിളിൽ, മുന്തിരിയിൽ ഇതേവിടെ ക്രേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ശരിക്കും ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ മനസ്സിലായല്ലോ, പാരീസിൽ വന്നു കഴിഞ്ഞാൽ സ്പോട്ട് നമ്പർ 1 ഇതാണ്. ഇനി നമ്മളുടെ അടുത്ത സ്ഥലത്തോട്ട് അല്ലേ പോലെ പ്രേമിയ? യെസ്, പോന്നെ. ഇതെന്താണ് സംഭവം? ഇവിടെ വീണെടുത്ത സാധനം എടുത്ത് വെച്ചാണ്. ഇന്നലെ ഉമ്മ എടുത്ത് വന്നാണ് എനിക്ക്. ഉമ്മ മോൾക്ക് കൊടുത്തണം. മോളെ ഇത് കാരണം വെച്ചോന്ന് പറഞ്ഞിട്ട് ഇത് ചെവിയിൽ വെക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പിന്നെ ചെമ്പരത്തി കിട്ടൂലോ. കിട്ടൂല്ലേ? ഇവിടെ ചെമ്പരത്തി കിട്ടും. ഏത് കളർ വേണം ചെമ്പരത്തി? അതല്ലേ. ഓക്കെ, ഇതാണ് ആ ഒരു സെമിത്തേരി, സെമിട്രി. ഓക്കെ, പൈസക്കാരെ കംപ്ലീറ്റ് അടക്കം ചെയ്തേക്കുന്ന ആർട്ടിസ്റ്റുകളെ. ഓക്കെ, ഭയങ്കര രസമാണ് അതിന്റെ ഉള്ളിൽ കാണാൻ. എന്ത് രസമാണെന്ന് അറിയാം, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര രസമാണ്. ആദ്യമായിട്ടാണ് ഒരു സെമിത്തേരിയിൽ പോയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാവുന്ന ഒരാള് പറയണത്. ഞാനൊരു സെമിത്തേരിയുടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പൊ അത്രയും കഴിവുള്ള ആർട്ടിസ്റ്റുകളൊക്കെ മരിക്കുമ്പോൾ മീൻസ് അവര് റിക്വസ്റ്റ് പ്രകാരവും പിന്നെ അതേപോലെ തന്നെ ആ ഒരു സ്ഥലത്താണ് ഫ്യൂണറലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ പോകാൻ പോകുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് പൈസക്കാര് താമസിക്കുന്ന, പൈസക്കാരുടെ അല്ല, പാരീസ് ആക്ച്വലി പൈസക്കാരുടെയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒപ്പേറ ഗാർണിയെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, ഒപ്പേറ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, അതായത് മ്യൂസിക്, നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് ആ ഒരു സ്ഥലത്താണ്. ഓക്കെ, പക്ഷെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പോഷ് ഏരിയ ആണ് പാരീസ്. പക്ഷെ ഒപ്പേറ ഗാർണിയെ എന്ന് പറയുന്നത് മ്യൂസിക്കുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഒക്കെ ഈ നമ്മളുടെ കൊരക്കിലൊക്കെ ഇന്ന് പാടുന്നൊരു പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒപ്പേറ തന്നപ്പോ, അതൊക്കെ കേൾക്കണമെങ്കിൽ അത്തരം സംഭവമൊക്കെ കഴിച്ചിട്ട് വേണം, നല്ല കോഫി കുടിച്ചിട്ട് വേണം. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. ഓക്കെ, പക്ഷെ അത് അറിയുന്നവർക്കാണെങ്കിൽ അത് വലിയ സംഭവമാണ്. അതെല്ലേ. ഇത് എന്താന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം മിസ്സായിട്ടുണ്ട്. ഒപ്പേറ കേക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇന്നലെ രാത്രി ഇവരെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു കേക്ക് കഴിച്ചു. അപ്പൊ ആ കേക്ക് മേടിച്ചപ്പോ ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ പറഞ്ഞു ഒപ്പേറ കേക്ക് എന്ന്. അപ്പൊ ഞാൻ ഒപ്പേറ കേക്കോ, അത് എന്ത് സംഭവം എന്ന് പറഞ്ഞ് അപ്പൊ ഈ ഓപ്പറ ഹൗസിൽ നടക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ, അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറങ്ങാതെ ഇരുന്ന് കാണണം. അപ്പൊ അത് കഴിച്ചിട്ട് വേണം അത് കാണാനായിട്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഉറക്കം വരില്ല. അതിൽ കോഫി അതേപോലെ തന്നെ അതിൽ കോഫി ചോക്ലേറ്റ് ഇടാം. അത് കഴിച്ചിട്ട് വേണമെന്നല്ല, പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മതി ഉണർവ് ഉണ്ടാകും. കാരണം കോഫി അല്ലേ, കോഫി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ആ പേര് അങ്ങനെ ഇട്ടേക്കുന്നത്. അതായത് ഫ്രാൻസിലുള്ള ആൾക്കാർ ഇത് കാണാനായിട്ട് കേക്ക് കഴിക്കും, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, കട്ടൻ ചായ കുടിക്കും. ഇത്രേ ഉള്ളൂ വ്യത്യാസം അല്ലേ?
ഫ്രഞ്ച് പാരീസ് സംസ്കാരത്തിന്റെ ഒരു പ്രധാന സ്മാരകമാണ് ഓപ്ര ഗാർണിയർ അല്ലെങ്കിൽ പാലസ് ഗാർണിയർ. ഇതിൽ പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിന്റെ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാര് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കാഴ്ചകളിലോട്ടാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ചരിത്രത്തെയോ കലയെയോ സാഹിത്യത്തെയോ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ കൂടിയിട്ടും ആ ഒരു കെട്ടിടത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുള്ള അലങ്കാരങ്ങളൊക്കെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഓപ്ര ഗാർണിയർ ഇത്രയ്ക്ക് പ്രശസ്തമാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നോട്ടർഡാം, ലൂവ്രെ മ്യൂസിയം അല്ലെങ്കിൽ സീക്രട്ട് ഹാർട്ട് ബസിലിക്ക പോലെ പാരീസിന്റെ പ്രതീകമാണ് ഈ ഒരു ഓപ്ര ഗാർണിയർ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഓപ്രയാണ് പാരീസിലുള്ളത്. ഈ ഒരു ഓപ്രയുടെ ഉള്ളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗൈഡഡ് ടൂർ ഒക്കെ ഉണ്ട്. 14 യൂറോ ഒക്കെയാണ് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ ഒരു ഓപ്ര ഗാർഡന്റെ അടിയിലായിട്ട് വലിയൊരു ലേക്ക് ഒക്കെ പോകുന്നുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അത് ഇന്ന് വരെ ഒരാൾക്കും കാണിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഇതിനെക്കുറിച്ച് ആർക്കും അറിയാത്ത ഒരുപാട് കിംവദന്തികളൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രഞ്ച് അഗ്നിശമന സേനാംഗങ്ങൾ ഇവിടെ മോക്ക് റെസ്ക്യൂ ഒക്കെ പരിശീലിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 1875 ജനുവരി 5 ഓപ്പൺ ചെയ്ത 1979 ആളുകൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഓപ്ര ഹൗസ് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. പുരാണങ്ങളെ പരാമർശിക്കുന്ന ക്ലാസിക്കൽ ശില്പങ്ങളും അലങ്കരിച്ച സ്വർണം പൂശിയ വാസ്തുവിദ്യയും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാലസ് ഗാർണിയറിന്റെ ഉള്ളിൽ നിങ്ങൾ കയറി കാണണം. എനിക്ക് പേഴ്സണലി അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ ഉള്ളിൽ കയറി ഞാൻ സമയമൊന്നും കളയാതിരുന്നത്. ഇവിടെയും നമുക്ക് ഒരുപാട് പാട്ടുകാരെയും ഡാൻസുകാരെയും ഒക്കെ നമുക്ക് കാണാം. Coco, t'es prêt? Je suis prêt. On y va. Let's go. Que la force de la nous accompagne. Let's go, let's go. Tout le monde. Oh my God. കൂടുതൽ നമുക്ക് വിശേഷങ്ങളും പാരീസിലെ കാഴ്ചകളും ഭക്ഷണങ്ങളൊക്കെ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. വെയിറ്റ് ചെയ്യാം.